ഇന്ന് ഒരു മത്തി പീരയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മത്തി വെച്ചിട്ടുള്ള ഒരു ഐറ്റം. ഇപ്പോൾ മത്തീൻ്റെ സീസണാണല്ലോ, നല്ലവണ്ണം എല്ലായിടും ഇപ്പോൾ മത്തി കിട്ടാനുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങളുടെ വീട് ബീച്ചിൻ്റെ അടുത്താണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ മീൻ കിട്ടും. അപ്പോൾ മത്തി കിട്ടിയപ്പോൾ വിചാരിച്ചു എപ്പോഴും കറിയല്ലേ ഉണ്ടാക്കുന്നത്, ഒന്ന് മാറ്റി പിടിക്കാമല്ലോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയതാണ്. നല്ല രസമുണ്ട്. നല്ല തേങ്ങയും ഒരു കുടംപുളിയും ഒക്കെ ഇട്ട് ഉപ്പേരി പോലെ. എന്നാൽ മീനിന് അതിൻ്റെ പുളിയും അതിൻ്റെ എല്ലാ ടേസ്റ്റും കുടംപുളിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. എന്നാൽ ചോറ് നല്ലൊരു സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു ഇതാണ്, ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ മത്തിപ്പീര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 10-20 മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് റെഡിയാക്കുകയാണ്. അതിന് ചെറിയ ഉള്ളി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഉലുവ, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചിരകി വെച്ച ഒരു മുറി തേങ്ങയാണ്, ആ തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ഒരു ഫ്ലേവറാണ് ഇതൊക്കെ. കറിവേപ്പില എന്തായാലും ഇടണം. ആ ഒരു സ്മെല്ല് മത്തിപ്പീരയിൽ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ഇനി നമ്മളിതൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരയണ്ട, ഒറ്റൊരു തിരി ഒരു പ്രാവശ്യം ഒന്ന് തിരിച്ചെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. നമുക്കതവിടെ മാറ്റി വെക്കാം. ഇത് കുടംപുളിയാണ്. ഒരു 2 പീസ് കുടംപുളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊരു 10 മിനിറ്റ് അവിടെ നിന്നോട്ടെ, ഒന്ന് നല്ലോണം പുളിയെല്ലാം റെഡിയായി വന്നോട്ടെ. ഒരു ചട്ടിയിൽ നമ്മൾ മുറിച്ച് വെച്ച മത്തി ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിയ മത്തിയല്ല, ചെറിയ മത്തിയാണ്. പീര ഉണ്ടാക്കാൻ ചെറിയ മത്തിയാണ് നല്ലത്. നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച അരപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് നേരത്തെ മത്തിയിൽ ഉപ്പ് പുരട്ടി വെക്കുകയും ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക. മത്തി ആയതുകൊണ്ട് വേഗം ഇളകിപ്പോവും. അതിപ്പോൾ നമ്മൾ വേവിച്ചാലും അതെ വേഗം മുള്ളിന്ന് വിട്ടിങ്ങ് പോരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇളക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുടംപുളി, വെള്ളവും പുളിയും എല്ലാം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇത്ര വെള്ളമേ വേണ്ട, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇനി നമ്മളിത് ഇങ്ങനെ തന്നെ അടുപ്പിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ അടുപ്പിൽ വെച്ച് ഒരു തിള വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. സിം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 to 8 മിനിറ്റ് കൊണ്ട് കറി റെഡിയാവും. അപ്പോൾ അതിനകത്ത് ചാറൊക്കെ ഉണ്ട്. ഇതുപോലെ കയ്യിൽ വെച്ച് ഇളക്കാതെ ഒന്ന് ചട്ടി ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഇതൊരു ഫോർക്ക് വെച്ചിട്ട് ഞാനൊന്ന് സൈഡിൽ നിന്നൊന്ന് പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് കൊണ്ട് ഇത് ഒന്ന് വെന്ത് വറ്റി വരും. ചട്ടിയിലായതുകൊണ്ട് തീ ഓഫാക്കിയാലും അതിൽ നിന്നും ഒന്ന് വെള്ളം വെളിയും. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്കിത് ഓഫാക്കാൻ പറ്റും. നല്ല രസമാണിത്. നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം.
എപ്പോഴും മത്തി പൊരിക്കുകയും മത്തി മുളകിട്ട് കറി വെക്കുകയും തേങ്ങ അരച്ച് കറി വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കല്ല എപ്പോഴാക്കിയാൽ നല്ലതാണ്. ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതൊന്ന് വെന്ത് റെഡിയായതിന് ശേഷം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് ഇതിന്. പിന്നെ വേറെ വറവൊന്നും ഇടണ്ട നമ്മൾ. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലിട്ട് കുത്തി ഇളക്കിയെടുത്താൽ മുള്ളൊന്ന് വിട്ടുപോകും. അപ്പോൾ ശ്രദ്ധിച്ച് എടുക്കുക. നല്ല ചെറിയ നത്തലും അതുപോലെയുള്ള മീനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ, എല്ലാ ചെറിയ മീനും ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രസമുണ്ടാവും. ഞങ്ങൾ ചെമ്മീനും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റ് മത്തിക്ക് തന്നെയാണ്. നത്തലിനും നല്ല ടേസ്റ്റാണ്. ഇന്ന് നത്തൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ പെങ്ങളും ഭർത്താവും ഉണ്ട്. അനിയേട്ടൻ ESIയിൽ ഡോക്ടറാണ്. അപ്പോൾ അവർ രാത്രിത്തേക്ക് കുറച്ച് മത്തീൻ്റെ പീര പാർസലാക്കിയിട്ടുണ്ട്. അവർ 2 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് മീനെടുത്തതാണ്. അവർക്ക് നല്ല ഇഷ്ടമാണ് അനിയേട്ടന്. എൻ്റെ വീഡിയോ ഒക്കെ അനിയേട്ടനും ബീനേച്ചിയാണ് എപ്പോഴും ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു മത്തിപ്പീര എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക.